ആ അജി കൊടുക്കാൻ പോകുന്ന ലവ് യു ബേബി. കേറി 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 കേറി. ആ ഹലോ ഫ്രണ്ട്സേ, നമസ്കാരം. ഞങ്ങളിന്ന് ഇടുക്കിക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളിന്ന് ഇടുക്കിക്ക് പോവാ. നല്ല തണുപ്പോ? നല്ല തണുപ്പുണ്ടാവും. പക്ഷേ ലിജിയുടെ വീട്ടിലേക്ക് പോകട്ടോ. ലിജി അപ്പം 4 വർഷത്തിന് ശേഷം ലിജിയുടെ സ്വന്തം വീട്ടിലേക്ക് ലിജി പോകണം കേട്ടോ. അപ്പോൾ അത് സമയം ഏകദേശം 4:15 കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ 3:30 പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ അച്ഛൻ റെഡി ആയിട്ടിരിക്കുന്ന, ദേവനുണ്ട്, അമ്മ അവിടെ റെഡി ആവുന്നു കേട്ടോ. ഇനി കണ്ണപ്പനും കൂടി വരാനുണ്ട്. ഞങ്ങൾ 6 പേരുണ്ട്. ഇനി 6 പേരുണ്ട്. ഒരു വീൽ ചെയറുണ്ട്. 6 പേരല്ല കേട്ടോ, 8 പേരുണ്ട്. 2 ആൾക്കാർ. ഇദ്ദേഹത്തിനെ ഞങ്ങൾ കൊണ്ടുപോകണം കേട്ടോ. രാവിലെ ഇവിടെ വെച്ചിരുന്നാലും ശരിയാവില്ല. അവരെയും കൂടെ ഞങ്ങൾ രാവിലെ കൊണ്ടുപോകാം ഇടുക്കിക്ക്. അപ്പോൾ ഇത്രയും ലഗേജ് ഉണ്ട് കേട്ടോ. 1 2 3 4 ഒരു കവറുണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ലഗേജും നമ്മളെല്ലാവരും വണ്ടിക്കകത്ത് പോകാൻ പോകും കേട്ടോ. ലിജി പോയാലോ? അപ്പോൾ അപ്പോൾ നമുക്ക് ഈ സാധനം എല്ലാം വണ്ടിക്കകത്തോട്ട് കയറ്റിയാലോ ദേവാ? അപ്പോൾ ഓരോ ബാഗായിട്ട് എടുക്കും. നമുക്ക് ആദ്യം സാധനമൊക്കെ വണ്ടിക്കകത്തോട്ട് കയറ്റാം. ഡ്രസ്സൊക്കെയാണ് കേട്ടോ, 2 ദിവസം ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാദ്യം വണ്ടിയിലത് കയറ്റാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സേ, അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി കഴിഞ്ഞു. അച്ഛൻ റെഡിയായി, ലിജിക്കുട്ടി റെഡിയായി, അമ്മ ബാക്കിൽ പോയിട്ട്, ദേവത്തെ എവിടെ പോയിട്ട് കേട്ടോ. അപ്പോൾ സമയം ഏകദേശം 4 ഇതാകുമ്പോൾ നമ്മുടെ കണ്ണപ്പനോട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അവനെ ഇച്ചിരി ലേറ്റായി റെഡി ആകാനിട്ട്. അപ്പോൾ നമുക്കിത് നേരെ അപ്പോൾ നമ്മൾ ഈ കട്ടപ്പന നമ്മൾ പോകുന്ന വഴി ഏതാണെന്ന് വെച്ചാൽ പത്തനംതിട്ട, റാന്നി, എരിപേരി, കുട്ടിക്കാനം, കട്ടപ്പന വഴി ഇടുക്കിക്ക് പോകണം കേട്ടോ. അപ്പം പോകുന്ന വഴിക്ക് പലരും നമ്മളെ കാണാനൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ അവരെയൊക്കെ കണ്ട് പോകുമ്പോൾ ഏകദേശം സമയം ഇച്ചിരിയുടെ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇട്ടേ ഡ്രസ്സ് കേട്ടോ. ഇത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലിജി എനിക്ക് ലിജിയുടെ ഫ്രണ്ടിന് കല്യാണത്തിന് പോകാൻ വേണ്ടി വാങ്ങിയ ഡ്രസ്സ് കേട്ടോ. ഇതുവരെ ലിജിക്ക് ഒരു ആൻറ്റി ഗിഫ്റ്റ് കൊടുത്ത ഡ്രസ്സ് കേട്ടോ. കിഡിലെ ഡ്രസ്സ്, സൂപ്പർ ഫിറ്റ്, പിന്നെ അടിപൊളി ലുക്കായിരുന്നു ലിജി കേട്ടോ. അപ്പോൾ നമ്മളെ പറഞ്ഞതെന്ന് എന്താ, അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് യാത്ര പോവാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ള കാര്യം, മെയിനായിട്ട് പറയാനുള്ള ഇടുക. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നതിന് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം, അമ്മയോട് പറയാനുള്ള കാര്യം, തണുത്തോളം കുടിക്കരുത്. അത്രയും തണുത്തോളം കുടിക്കില്ല. അച്ഛനോട് പറയാനുള്ള കാര്യമാണ് തണുത്തോളം കുടിക്കല്. ഇവര് തണുത്തോളം കുടിക്കൂല, ഞാനും കുടിക്കൂല. പിന്നെ കുടിക്കുന്നത് ഇവനാണ് തണുത്തോളം കുടിക്കുന്നത്. തണുത്തോളം കുടിച്ചാൽ അവർ പണി കിട്ടും. അപ്പം നമ്മളിവിടുന്ന് യാത്ര ഇരിക്കുകയാണ് കേട്ടോ. ഓക്കെ, പോയാലോ ജിജി? ഇറങ്ങാം ജിജി, ഇറങ്ങാം ഇടി, ഇറങ്ങാം. അപ്പം അച്ഛൻ്റെ നമ്മളൊക്കെ മുന്നേ പുറത്തിറങ്ങി പോകണം. അച്ഛൻ ഭയങ്കര ത്രില്ലിങ്ങിലാണ് കേട്ടോ ഇടുക്കിക്ക് പോകാനായിട്ട്. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നേരെ ഇറങ്ങാം. ഓക്കെ, സെറ്റാക്കി കോഴിക്കുഞ്ഞിനൊക്കെ ബാക്കി വെച്ചാൽ കാണിച്ചു തരാം. വാ ഇതേ കോഴിക്കുഞ്ഞ് അവിടെ നിന്നുള്ള സുഖമായിട്ടിരുന്നു, ഒരു കുഴപ്പമില്ല. ഇടയ്ക്കുമാരെ കൊണ്ട് നോക്കിച്ചാൽ മതി. അങ്ങനെ അമ്മയ്ക്ക് നോക്കാനുള്ള ബാക്കി 4-5 പേരല്ല, 5 2 7 പേരെ നോക്കാനുണ്ട് കേട്ടോ. 5 2 7 പേരെ നോക്കാം. കോഴിക്കുഞ്ഞുങ്ങളെ സാധനം ഇടിക്കും. വല്ലതും വെക്കണോ? ഇനി വല്ലതും വെക്കണോ? ഇനി ഉണ്ടോ? കൈ പിടിക്കണ്ടപ്പാ. ഇത് ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത്, ലിജിയുടെ വീൽ ചെയറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. കയറിക്കോ. അമ്മമാരുണ്ട് ആ സൈഡിൽ ഇരുന്നോളൂ. അമ്മ അടുക്കരുതോ? അമ്മയ്ക്ക് സൈഡിൽ ഇരിക്കണോ? സൈഡിൽ ഇരിക്കാം. അമ്മമാരെ അടുക്കരുതാ. അല്ല, സൈഡിൽ ഇരിക്കണ്ട, കാറ്റടിക്കും. ഓക്കെ, നമ്മുടെ വണ്ടിയിലല്ലേ പോണേ. ചുരിദാറിട്ടാ മതിയായിരുന്നു. അപ്പനോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ശരി, ബൈ, ടാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ വീടിനടുത്ത് കുറച്ചിങ്ങോട്ട് മാറി ഇവിടെ നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ചർച്ചിലൊക്കെ അവിടെ നമ്മൾ നേർച്ചയിടാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് ദേവനും കണ്ണപ്പനും കൂടെ പോയേക്കോ. പെട്ടെന്ന് ആയിക്കിട്ടോ, പെട്ടെന്ന് പോയിട്ടോ. അങ്ങനെ നമ്മളിത് റാന്നിയിലെത്തി കേട്ടോ. റാന്നിയിലെത്തിയിട്ട് നമ്മൾ സംഭവം എവിടെയാണെന്ന് വെച്ചാൽ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. നമ്മൾ അടൂർ, പത്തനംതിട്ട കടന്ന് റാന്നിയിലെത്തി. നേരെ പെട്ടെന്നെത്തി. അടൂർ ചായ കുടിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ നടന്നില്ല. കാരണം അങ്ങനെ ഓരോ കടകൾ നോക്കി ഞങ്ങൾ അവസാനം റാന്നിയിലെത്തി. നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ട് കാണാം. നമ്മൾ
നമ്മളിതേ റാന്നിയിൽ ചായ കുടിച്ചിട്ട് തിരിക്കാൻ പോകുമ്പോൾ ലിജിക്കുള്ള പാല് റെഡിയായി തണുപ്പിച്ച് കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്ന കാരണം പിടിച്ചു കുടിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ചായ കൂടി പരിപാടികളെല്ലാം കഴിഞ്ഞാട്ടോ. ഇനി ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തണം. അപ്പോഴൊക്കെ വിശപ്പും കാര്യങ്ങളുണ്ടായപ്പോൾ ചെറിയ പഴംപൊരിയൊക്കെ കഴിച്ചോ വിശപ്പും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് നിർത്താൻ പോകുന്നതിന് കുട്ടിക്കാനത്തായിരിക്കും. അപ്പം നമ്മൾ ഇടുക്കിയുടെ ഭാഗത്തോട്ട് കയറാൻ പോവാം. എരുമേലി കഴിഞ്ഞ അടുത്ത കുട്ടിക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഇനി സമയം കളയാനില്ല, നേരെ പോവാം. ഞങ്ങളിത് എരുമേലിയിലെത്തി കേട്ടോ. എരുമേലിലെത്തിയെന്ന് വെച്ചാൽ എരുമേലി നമ്മുടെ പേട്ടതുള്ളൽ അമ്പലം ഇല്ലേ, എരുമേലി പേട്ടതുള്ളുന്ന അമ്പലം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അച്ഛനും അമ്മയും ദേവനും കൂടി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയി കേട്ടോ. അപ്പോൾ അതേ ലിജി കൊച്ച് തേണ്ട ഇവിടെ പുറത്തേക്ക് കാലൊക്കെ ഇട്ടിരിക്കുക. അപ്പോൾ ലിജി കൊച്ചിനൊക്കെ കോസ്റ്റ്യൂം അങ്ങനെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ചുരിദാർ കേട്ടോ. എന്നുവെച്ചാൽ അടിപൊളി, ലിജി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാനും കണ്ണപ്പനും ലിജിയും കൂടെ ഇവിടെ നിൽക്കുക. ഇത് കുറച്ച് നേരം ഒരു ഇതിന് വേണ്ടിയിട്ട് കാലൊക്കെ പുറത്തേക്ക് ഇട്ട് ഒന്ന് നൂന്നിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ശബരിമല പോകുന്ന വീഡിയോ ചെയ്ത സമയത്തേ നമ്മൾ അന്ന് സമയത്ത് ഇവിടെ വന്നേ ഓർമ്മയുണ്ടോ. ആ സമയത്ത് എന്ന് വെച്ചാൽ ഭയങ്കരമായ തിരക്കായിരുന്നു ഇവിടെ. നടക്കാൻ പോലും പറ്റാത്ത തിരക്കാണ്. നമ്മുടെ തൊട്ട് ബാക്കിൽ കാണുന്ന കേട്ടോ ക്ഷേത്രം. അപ്പം എരുമേലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ചരിത്ര പ്രസിദ്ധമായിട്ടൊരു സ്ഥലമാണ്. നമ്മുടെ ശബരിമല ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ എരുമേലി ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ വീഡിയോയിൽ ശബരിമല വീഡിയോയിൽ നമ്മൾ മലയ്ക്ക് പോയ വീഡിയോയിൽ അത് പറഞ്ഞിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തിട്ടുണ്ടെങ്കിൽ അവിടെ കാണാം. പക്ഷേ ഇപ്പോൾ രാവിലെ ഇവിടെ വന്നപ്പോൾ എങ്ങനെ ലിജി നമ്മുടെ യാത്രയെക്കുറിച്ച് എനിക്ക് എന്താ പറയാനുള്ളത് ലിജി? സൂപ്പർ യാത്രയാണോ? എന്തുകൊണ്ടാണ് സൂപ്പർ ആയത്? നല്ല തണുപ്പുണ്ടല്ലേ. നമ്മൾ കൊല്ലത്ത് ഭയങ്കരമായ ചൂടിലല്ലേ, കുറച്ചധികം ദിവസങ്ങളിൽ ചൂട് കാരണം വയ്യ. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പ്ലാൻ ചെയ്തപ്പോൾ തന്നെ അച്ഛനും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നിട്ട് റെസ്റ്റും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൂടെ നീട്ടി കിട്ടിയപ്പോൾ അച്ഛൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആവുകയും ചെയ്ത്. അച്ഛൻ ഇടുക്കി എന്ന് പറഞ്ഞപ്പം അച്ഛൻ ചാടി വീണ് മുന്നിൽ വീണ് ഇടുക്കി എന്ന് പറഞ്ഞപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം തണുപ്പ്. പിന്നെ എന്നെ സംബന്ധിച്ചുള്ളത് ഞാൻ ഒരുപാട് അനവധി യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഒരുപ്പെട്ട എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് തോന്നുന്നു. പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും അച്ഛനൊക്കെ അവർക്ക് യാത്ര ചെയ്യാനും ലിജിക്കായാലും ഒക്കെ ഇവനായാലും യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ടാവും. കണ്ണപ്പനൊക്കെ ആയാലും പിന്നെ കൊച്ചു പിള്ളേർക്കൊക്കെ ആകുമ്പോഴേ. അപ്പോൾ അങ്ങനെ ഒരു യാത്ര ഇടയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ റീഫ്രഷ്മെൻറ്റ് ഉണ്ടാവും. നമ്മളെപ്പോഴും ഒരു വീട്ടിലൊരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ എനർജീസ് അവിടെ കുറേ സ്റ്റോർ ചെയ്യപ്പെടും. ചിലപ്പോൾ അത് നെഗറ്റീവും പോസിറ്റീവായിട്ടൊക്കെ ഒത്തിരി സ്റ്റോർ ചെയ്യപ്പെടും. നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ എനർജി ഒന്ന് മാറി നല്ല പോസിറ്റീവായിട്ടുള്ള വൈബും പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് ചാൻസസ് ഉള്ള യാത്രകളാണ്, ഒരുപാട് ചാൻസസ് ഉള്ള ഒരു സംഭവമാണ് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ മൂഡൊക്കെ മൊത്തത്തിൽ മാറി. ഒരു ഭയങ്കര റീഫ്രഷ്മെൻ്റ് ഇല്ലേ. പുറന്ന് ഓപ്പണായിട്ട് ആൾക്കാർ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഓപ്പണായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ എരുമേലി ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് ഇനി വന്നതിന് ശേഷം നമുക്ക് നേരെ ഇനി അടുത്തത് മുണ്ടക്കയമാണത്. മുണ്ടക്കയം, കുട്ടിക്കാനം, കട്ടപ്പന. അപ്പോൾ അമ്മേന്ന് കട്ടപ്പനയൊക്കെ പറയും. കട്ടപ്പന ഋത്തിക് റോഷൻ എന്ന് പറഞ്ഞ സിനിമയില്ലേ, ആ സിനിമയിലേ കേട്ടിട്ടുള്ളൂ കട്ടപ്പനയെന്നൊക്കെ. ഞാനും പോയിട്ടുണ്ട്, ലിജിയും പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി ഭയങ്കരമായൊരു ആകാംക്ഷ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം. അതെ, നമ്മുടെ നാടുമായിട്ട് ഭയങ്കര വ്യത്യാസമുള്ള സ്ഥലമല്ലേ. അപ്പോൾ അത് കാണാനായിട്ടൊക്കെ അവർക്കൊരു ഭയങ്കര ഒരു പ്രത്യേക ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലൂടെ ആ കാര്യങ്ങളൂടെ കാണിച്ചു തരാം. അപ്പോൾ അമ്മ അച്ഛനും കൂടെ ഇവിടെ കയറിയിട്ട് അപ്പം ഞങ്ങളിങ്ങനെ വന്നപ്പോഴേ എന്തായാലും ഇനി ഇങ്ങനൊരു യാത്ര ഈ അമ്പലത്തിൽ വരാൻ വേണ്ടിയിട്ട് ഇനിയൊരു യാത്ര പെട്ടെന്ന് ഉപകാരപ്പെടില്ല, സൗകര്യപ്പെടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ക്ഷേത്രത്തിലൂടെ കയറിയിട്ട് പോകാൻ കരുതി. അപ്പോൾ ഇതാണ് കേട്ടോ, ഇവിടെ തന്നെ വാവൂര് പള്ളി. ഇവിടെ എങ്ങനെയാണെന്നൊരു സംഭവം, നമ്മൾ ശബരിമലയ്ക്ക് പോകുന്നവരുണ്ടല്ലോ, അവരിലേക്ക് പോരും. അവിടെ വാവൂര് പള്ളി പോയി അവിടുന്ന് പേട്ടതുള്ളി ഇവിടെ വരും. പേട്ടതുള്ളി ഇവിടെ വന്നതിന് ശേഷം പള്ളി തൊട്ടപ്പുറത്ത് നമ്മൾ അവിടെ വഴിയാണ് പോണേ. അവിടെ പോയി പേട്ടതുള്ളി അവിടുന്ന് ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ഇവിടുന്ന് കുളിച്ച് ഇവിടുന്ന് മാല ഇത് ഇരുമുടിക്കെട്ട് കെട്ടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മളല്ല, കൂടുതൽ ആന്ധ്രാക്കാർ തമിഴക്കാരാണ് അവിടുന്ന് പേട്ടതുള്ളി വരുന്നത്. മലയാളീസ് ഇപ്പോൾ അവർ കൂടെ അത് ചെയ്യുമെന്ന് അങ്ങനെ ഉള്ളൂ. അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്, അത് ഞാൻ ഓൾറെഡി നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ചരിത്രം കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ശബരിമല പോയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എന്തായാലും കയറിയല്ലോ, പോയാലോ? ഓക്കെ, പാടി. അപ്പോൾ ഞാൻ ലിജിനെ നേരെ തിരിച്ചിരുത്തല്ലോ കേട്ടോ. കയറാം.
നമ്മളിവിടെ നിന്ന് കാണുമ്പോ നല്ല രസം. ഏവാ വാ. എവിടെ നോക്കി നടക്കുന്നു? അവിടെ ഒരു വീട്, അതിൻ്റെ ഇപ്പുറത്തെ ഒരു വീട് കണ്ടോ. പിന്നെ പുക ഉണ്ടോ? അതൊരു വീടല്ലേ കാണാ, ആ ടാങ്കിൻ്റെ അപ്പുറം. റോഡുണ്ടല്ലോ അവിടോട്ട്. മണ്ടൊക്കെ വീടുണ്ടോ? മേത്തോട്ടില്ലേ, അകത്തോട്ടേക്കാ ഇവിടെ തിട്ടേ. ഇതങ്ങ് അങ്ങോട്ട് പോകും. പോയാ പോയി. കൂടാ 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 കൂടാതെ കൂ ഉറക്ക കൂ കൂടാ ഒന്നോടാ കൂ. ഇങ്ങ ഇങ്ങ ഇങ്ങ. ആ എന്നാ അവിടെ നിന്ന് പോകും. കൂടാ നമ്മളുള്ളതേ പാഞ്ചാലിമേട് എന്നൊരു സ്ഥലം കേട്ടോ. ലിജിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ മാങ്ങാത്തൊട്ടി രാജാക്കാടേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങോട്ട് പാഞ്ചാലിമേട് ഉണ്ട്. അങ്ങനെ അവിടെ പോകാനായിട്ട് വന്നതാ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ വീൽ ചെയർ കയറി പോകാൻ പറ്റുന്നൊരു സെറ്റപ്പ് അല്ല. അവിടെ ഈ ചെറിയ പാറ കഷ്ണം പോലത്തെ ബ്ലോക്ക് പോലെ ഇട്ട് ടൈലിട്ടേക്ക് വെച്ചേക്കോ കേട്ടോ. അപ്പോൾ അതിനകത്തോടെ ഈ കട്ടന്ന് അടിച്ച് പിന്നെ കയറ്റവും കയറി ചെല്ലണം. മേളിൽ ചെന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അന്നേരം അങ്ങനെ ഇവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വന്നാൽ നടന്നില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല എക്കോ അടിക്കും കേട്ടോ. അത് അടിച്ചടാ ദേവാ. കണ്ടോ, മനിത കാതലല്ല അതയും താണ്ടി പുരുതാ. അപ്പോൾ അതാണ് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. അത് നമ്മൾ വന്ന ഏതോ റോഡാണെന്ന് തോന്നുന്നു. ആ കാണുന്ന റോഡല്ലേ? ഇല്ലേ, അത് അത് കൊടൈക്കനാൽ അതിവിടെ കിട്ടത്തില്ല. അപ്പൊ എന്തായാലും അടിപൊളി ഫീലിംഗ് കേട്ടോ. നല്ല റോഡ് പോയിട്ടുണ്ട്. അവിടെ ആരെങ്കിലും ഉണ്ടായത് കൈകാട്ടി വിളിക്കായിരുന്നില്ലേ, സുഖമാണോന്ന് ചോദിക്കാറ്. എന്നിട്ട് ഇതേ അവിടെ ഒരു കോളേജ് കാണുന്നത്. എനിക്കൊന്ന് മുണ്ടക്കയും മറ്റേ കോളേജാണെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പാഞ്ചാലിമേട് പ്രത്യേകിച്ച് അതിൻ്റെ മണ്ടയ്ക്ക് കയറുന്നത് നമ്മൾ താഴേക്ക് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വ്യൂ ഉണ്ട്. വന്നിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി, പക്ഷെ നടന്നില്ല. അപ്പോൾ എന്നാലും ഇതിപ്പം വരെ വന്നതല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയത്. കാരണം ഒരു 5 കിലോമീറ്റർ നമ്മൾ വന്ന റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വീട് മനിത കാതലല്ലേ. ആൾക്കാർ ചീത്ത തുടങ്ങി കേട്ടോ. സംഭവിച്ചാൽ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഈ പണ്ട് കാലത്ത് ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള മലയാളി തമ്മിൽ ഒരു കോണ്ടാക്ട് ചെയ്ത് ഇങ്ങനെ ഒച്ച വെച്ചിട്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇങ്ങനെ പോകുമ്പം ആരെങ്കിലുമൊക്കെ വിളി കേൾക്കും. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും നമ്മൾ കൂവിയനാരെങ്കിലും ചീത്ത വിളിച്ചായിരിക്കും മിക്കവാറും. അങ്ങനെ കിട്ടൂലേ? അങ്ങനെ കിട്ടും. ഇതിങ്ങനെ ഓരോ മലയാളി തട്ടി 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 അങ്ങനെ. അപ്പോൾ നമുക്ക് പോകാൻ തരുമോ? അങ്ങനെ പോയിട്ട് അടുത്ത നാട്ടാം. അപ്പോൾ എന്തായാലും നമുക്ക് പോകട്ടോ. ഇനി ഇവിടെ കുറച്ച് നേരം നിൽക്കണമെന്ന് വിചാരിച്ചാൽ വന്നു, പക്ഷേ നടക്കത്തില്ല. നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈമായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഇടുക്കിയിൽ വന്നിട്ട് ഒരു ഫുഡ് കഴിക്കാൻ പോകാട്ടോ. ഇവിടെ നല്ല ഫുഡ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം. പിന്നെ വീട്ടിൽ പോയിട്ട് കഴിക്കാമല്ലോ. അല്ല, അടുത്ത ഫുഡ് കഴിക്കുന്ന വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഇനി തിരിച്ചു പോകണം. രുചിക്ക് ഇവിടെ ഇറങ്ങണമെന്ന് വെച്ചപ്പോൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇറക്കാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതേ അവിടെ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റും കേട്ടോ. പോവാണ്. അപ്പോൾ ഞാൻ ഒരു ചെടിയുണ്ട്. ഇത് മറ്റേ ശംഖുപുഷ്പമാണത്. ശംഖുപുഷ്പമാണത്. കോളാമ്പി പോവാം. കൊള്ളാം, അടിപൊളി പൂ കേട്ടോ. നീലക്കുറിഞ്ഞ് പോലെയൊക്കെ ഉണ്ട്.
വില കുറഞ്ഞതല്ലേ? ആ നമ്മളിവിടെ ഉണ്ട്. കൊള്ളാം, ഒരു കൊള്ളാം. പോയാലോ നമുക്ക്? എന്തോ ആ അയച്ചു കൊടുക്കാൻ പോകുന്ന ലവ് യു ബേബി. കേറി 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 കേറി. അപ്പോൾ നമ്മളിത് കുട്ടിക്കാനത്തെത്തി. സമയം ഏകദേശം 8:30 കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടേ പോകുള്ളൂ, കാരണം വിശന്നിട്ട് പാടില്ല അല്ലേ. ഞങ്ങൾ ഇതിനെ ഇറക്കി ഇവിടെ വീൽച്ചെയറൊക്കെ കയറാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ് കേട്ടോ കുട്ടിക്കാനത്ത്. ഞാൻ പരിചയപ്പെടുത്തിയ റൗസ് ബോൾ റെസ്റ്റോറൻറ്റ് നല്ല പേര് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഓർഡർ ചെയ്ത് കേട്ടോ. റൗസ് ബോൾ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. സംഭവം എന്ന് വെച്ചാൽ ഭയങ്കരമായ വിശപ്പായി പോയി. രാവിലെ ചായ കുടിച്ചിട്ട് ഇവരെല്ലാവരും കൂടെ എന്താ പറയുക, അത് പൊറോട്ട മുന്നോട്ടേക്കാം. അപ്പത്തേ ഞങ്ങളൊരു ദേവൻ മസാല ദോശ, ലിജിക്ക് മസാല ദോശ എന്ന് പറയട്ടോ. ഞാൻ കഴിച്ചു കൊടു ജസ്റ്റ് മസാല ദോശ കഴിച്ചിട്ട് നമുക്ക് പോകണം. എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. ആ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അങ്ങനെയുണ്ടോ ഫുഡ്? കുഴപ്പമില്ല അല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ പോവാണ് ഹോട്ടലിൽ നിന്ന് കേട്ടോ. ഇറങ്ങി. അപ്പോൾ നമ്മളിതേ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ലിജിനെ വണ്ടിയിലോട്ട് കയറ്റാൻ പോകും. അപ്പോൾ നമ്മൾ ഇവിടെ അമ്മ ചോറ് കൊടുത്തോണ്ടിരിക്കുക. ചോറല്ലല്ലോ, നമ്മുടെ കോഴിക്കുട്ടന്മാർ കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ അങ്ങോട്ടെല്ലാം നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. ബിസ്ക്കറ്റ് ഞങ്ങൾ പാർലേജിയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ, കഴിക്കുമെന്ന് അറിയാനായിട്ട്. കുറച്ച് വെള്ളം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവന് കുടിച്ചിട്ട് അവന്മാർ കിടക്കും. ഇപ്പം ചെല്ലുമല്ലോ, ഞാൻ അവിടെ ചെന്ന് ഇറക്കി വിടല്ലേ. നമ്മൾ വീട്ടിലിട്ടിരുന്ന് കഴിഞ്ഞാൽ തിരിച്ചു ചിലപ്പോൾ കോഴി ഉണ്ടാവില്ല, കോഴിപ്പൂടെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. അച്ഛനെ കൊണ്ടുപോവാ കൊടുത്ത് വെള്ളം ഒഴിച്ചോ? ഓക്കെ എന്നാ ലിജിനെ വണ്ടിയിലോട്ട് കയറ്റട്ടെ. അപ്പം അടിപൊളി സ്ഥലം കേട്ടോ. അപ്പുറത്തൊരു തേയിലത്തോട്ടമൊക്കെ കാണുന്നുണ്ട്. അങ്ങൊരു ഭാഗത്തൊരു തേയിലത്തോട്ടമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ? ആ തേയിലത്തോട്ടമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മുടെ ലിജി കൊച്ചും കണ്ടപ്പനും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ലിജി കൊച്ചിന് വണ്ടി കയറി ഇരിക്കണമെന്ന് പറഞ്ഞ് വണ്ടി കയറി ഇരുത്തി. അപ്പോൾ തൊട്ട് ഇപ്പുറത്ത് തേയിലത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ തേയിലത്തോട്ടം കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെയുണ്ട് തേയിലത്തോട്ടം? അങ്ങനെയുണ്ട്. ഈ കാണുന്നതാണ് തേയില. അതുകൊണ്ട് ആ കാണുന്നതാണ് തേയില ചെടി. നമുക്ക് അവിടെ നോക്കിയിട്ടാണല്ലോ. ഇറങ്ങിപ്പോര്. തേയിലത്തോട്ടം നാളെ മണ്ഡലത്തിൽ ചെന്നാൽ കാണാൻ പറ്റത്തില്ല. തേയില കവർ പോലും കിട്ടത്തില്ല ഇവിടെ. വാ, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് തേയിലത്തോട്ടമൊക്കെ. ഇത് തേയിലല്ലേ? ഇത് തേയില ആ അറിയാം. ഇതോ അങ്ങോട്ട് നോക്കുമ്പോൾ അതോ ഇല്ല കാണുന്നുണ്ടോ? അയ്യോ, അവിടെ ഇഷ്ടം പോലെ അടിപൊളി കേട്ടോ തേയിലത്തോട്ടം. പക്ഷെ എത്ര അടുത്ത് കണ്ടപ്പോൾ ഒന്ന് കാണാമെന്ന് വിചാരിച്ചാണ്ട്. ഈ കിളും തലയായിരിക്കുമല്ലോ, ഇതില്ലയോ? ഇതല്ലേ? ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ കിടപ്പുണ്ട് ഇവിടെ. ഓടയൊക്കെ ഉണ്ട്. വിജിയുടെ എന്തേനാ നമുക്ക് കുറച്ച് വിച്ചി കൊണ്ട് ഉണക്കി നോക്കിയാലേ. ഇപ്പോൾ 2 ലക്ഷം എടുത്തുകൊണ്ട് പോയി കുഴപ്പമൊന്നുമില്ല. ഇത് ചിലപ്പോൾ ഇതായിപ്പോയതായിരിക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതാ ഇവിടെ ഒരു പള്ളിയുണ്ട്, എൻ കർമ്മേലോ ധ്യാനകേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ധ്യാനകേന്ദ്രം ഉണ്ട്. എന്തോ ധ്യാനകേന്ദ്രം അല്ലേ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടൽ കേട്ടോ, റൈസ് ബോൾ. ഫുഡൊന്നും അത്ര എടുക്കാത്ത ഓറഞ്ച് മരം അല്ലേ അത്? ആണോ? ആ പേര അതെ. അത് അങ്ങോട്ട് ദൂരെ അങ്ങ് കാണുന്നുണ്ട്. അവിടെയാണ്, ആ കാണുന്നതാണ് തേയിലത്തോട്ടം. പിന്നെ അത് കുറച്ച് അപ്പുറത്തോട്ട് ആ ഭാഗത്തോട്ട് കാണുന്നത്, അവിടെയും തേയിലത്തോട്ടം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു പുതിയ കാഴ്ചയുണ്ടേ, കാണുമ്പോൾ ഒരു ഭയങ്കര കൗതുകമാണ്. ഇവിടെ ഉള്ളവർക്ക് ഇതൊരു സാധാരണ സംഭവം തന്നെ അല്ലേ?
പന്നക്കാട് കാണുന്ന അതെ നമ്മുടെ അവിടുത്തെ കാട് കാണുന്ന നമുക്ക്. തോടും കുഴി അലർജി അല്ലേ? അതെ അതുപോലെ ഇവിടുത്തെ കാടുകൾ അവർക്ക് അലർജി ഒന്നല്ല, അവർക്കുള്ള സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് അത്ര ഇതില്ല. അതിൽ അടിയൊരു സ്ഥലത്താണ് നിർത്തി എന്തായാലും. ഇവിടെ എല്ലാം പേരത്തൈ നട്ടതാണ്ട, എല്ലാം പേരത്തൈ. പേരത്തൈ നട്ടതാണ് അല്ലല്ലോ. ആണ്ട് ഇതൊക്കെ പേരമരല്ലേ ഇത്? ഇവിടെ എല്ലാം നിപ്പോണ്ട് പേരമര. ശരിയാ, തൈ വെച്ചാണോ? പേര തൈ വെക്കോ? പിന്നെ ആണോ? ഓ പഴുത്തിരിക്കുന്ന പേരയ്ക്കകത്ത് കണ്ടോ? ആ നിൽക്കുന്ന 2 പേരമരമാണ് കേട്ടോ. അവിടെ പഴുത്ത് നിൽപ്പുണ്ട്. അമ്മ ഇടുക്കി ചെന്നിട്ട് വല്ല കുക്കിംഗ് വീഡിയോ എല്ലാം ഉണ്ടാവോ? ഇടുക്കി സ്പെഷ്യൽ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോ? അപ്പോൾ അമ്മയുടെ വീഡിയോ കുറേ ദിവസമായിട്ട് ഇടുന്നില്ല. അപ്പോൾ ഇടുക്കി സ്പെഷ്യൽ നാളെ ഒരു കുക്കിംഗ് വീഡിയോ ഉണ്ടാവും കേട്ടോ. നാളെ സമയം കിട്ടുകയാണെങ്കിൽ നാളെ നമുക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് സ്റ്റൗവൊക്കെ ആയിട്ട് പോയിട്ട് ഓപ്പൺ എയറിൽ പോയിട്ട് പാചകം ചെയ്യല്ലേ? അല്ലേ? അടിപൊളിയായിരിക്കും. അപ്പം സംഭവം എന്താ വെച്ചാലേ അച്ഛനും ഇവിടെയും കൂടെ ദേവനും കൂടെ ടോയ്ലറ്റിൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി സമയമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വിട്ടിരുന്നത്. അപ്പോൾ ലിജീനെ ഞങ്ങൾ അവിടം വരെ കൊണ്ടുപോയപ്പോൾ അവൾക്ക് വണ്ടിക്കകത്തിരുന്നിട്ടേ സംഭവം എന്താ വെച്ചാൽ കോഴിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പാർലേജിയുടെ ബിസ്ക്കറ്റ് മേടിച്ച്. അപ്പോൾ അവൾക്കത് പാർലേജിയുടെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. മരീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇവിടെ കോളേജുണ്ട് തൊട്ട് ബാക്കിൽ. എനിക്ക് കോളേജ് പിള്ളേർ ഉദ്ദേശിച്ചുള്ളൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ആ വണ്ടിയിലോട്ട് പോട്ടോ. ഓക്കെ. എന്ത് പ്രശ്നം എന്തുവാ? തുണി എടുക്കുന്നോ? ഓ എന്തോ ഇത് കൊല്ലോട് സാധനം. അച്ഛൻ കഴിച്ച്, അച്ഛൻ ഭക്ഷണം കഴിക്കുന്ന അച്ഛൻ ഇപ്പൊ ബാക്കി വന്ന് കഴിച്ചു. കൃത്യ സമയത്ത് ഗുളിക ലഡു തിന്നുന്നാണോ അച്ഛൻ ഗുളിക കഴിക്കുന്നത്? നിന്തിന്റെ അവിടെ കയറിയ ഏത് ആണോ? അമ്മ കണ്ണപ്പനോട് ശ്രീകോട് ദേവനോട് വെള്ളം എടുത്തോണ്ട് വരാൻ പറഞ്ഞു കേട്ടോ കുടിക്കാൻ. ഇവന്മാരവിടെ പോയി ബാത്റൂമിൽ എടുത്ത് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തോണ്ട് വന്നു. അല്ലേടാ എവിടെ എടുത്തോണ്ട് ബാത്റൂമിലല്ലേ? ഇത് ചൂടുവെള്ളമല്ലേ? ചൂടല്ലേ ഇത്? കുറച്ച് ചൂടാക്കി തരുന്നുള്ളൂ. ഗുളിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ യാത്ര ആയിരിക്കാം കേട്ടോ. ഓക്കെ. കുറച്ച് ചൂടുവെള്ളം കിട്ടും. ഇനിയിപ്പോൾ അടിപൊളി കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല തേയിലത്തോട്ടവും സെറ്റപ്പും കാര്യങ്ങളൊക്കെ അല്ലേ? ഇരുന്നോ? നീ എന്താ ഞാൻ ഇരിക്കുന്നത് കൈ കൊണ്ട് വെച്ചത്? അതുകൊണ്ടല്ലയോ? പോവാം കളയാക്കല്ലേ. അപ്പോൾ പക്ഷേ അപ്പോൾ ഞങ്ങൾ തിരിക്കാൻ പോവാം. പറ. തള്ളി വിടാനോ? അങ്ങോട്ടോ? പോവാം. അങ്ങോട്ട് പോ. പോ. അത് തന്നെ അല്ലേ? അത് തന്നെ. എനിക്കറിയാം ചേച്ചിയുടെ വീട്, ബാവേനെ, അമ്മേനെ, അച്ഛനെ, കൊച്ചിനെ എനിക്കറിയാം. ഇതാണ് എന്റെ കട. ലിജിക്ക് കയറാൻ പറ്റത്തില്ല. കേറുന്നോ? ഇതാ മരിയ. അത് വേറെ. അത് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പേരിൽ ഒരു മരിയ കിട്ടതാ. വീടിന്റെ അടുത്ത് തന്നെയാണോ? എന്തോ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? വീട് ഒരു 5 മിനിറ്റ്. നമ്മൾ നടന്നാൽ ഒരു 15 മിനിറ്റ് നടക്കണം. വണ്ടിയെ വരുമ്പോൾ ഒരു 5 മിനിറ്റ്. നേരിട്ട് കാണിക്കണ്ട നമ്മുടെ ലിജിനെ. ഞാൻ പറഞ്ഞു ഇവളൊക്കെ കാണാൻ തുടങ്ങി. ഞാൻ ഷാജമ്മ ഇടയ്ക്ക് ഇത് കണ്ടോ ഇത് കണ്ടോ. താങ്ക് യു ഒന്നുമില്ല. എനിക്ക് തന്നെ അനിയത്തി മാതിരിയാ. അംഗങ്ങൾ മാതിരിയാ നിങ്ങള്. സത്യമായിട്ടും ഞങ്ങൾ അവിടെ കിടന്ന് ഇവിടെ വന്ന് പരിചയപ്പെട്ടല്ലോ. അല്ല ഞാനുണ്ടോ? നിങ്ങൾ വരുന്നോ ഇതിലെ വരുന്നോ നിങ്ങളെ കാണാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഷാജിയോട് നേരത്തെ പറഞ്ഞേക്കണം എന്നെ അവിടെ കൊണ്ടുപോകുന്ന കൊല്ലത്ത് മൺകൊടുത്തിട്ട്. നിങ്ങൾ പക്ഷെ ഇതുവഴിയാ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. രാജാക്കാടിനൊന്നും പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു വ്ളോഗിലില്ലേ കുട്ടിക്കാനം വഴി, അപ്പ കത്തി. ഒന്ന് ഞാൻ അന്ന് കണ്ടിട്ട് എനിക്ക് ഫുൾ കണ്ടു തീർക്കാൻ പറ്റിയില്ല. എന്നെ ചങ്കുരിയോട് മരണം ഉണ്ടായിരുന്നേ. അന്നേരം ഞാൻ അത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്നാണ്. പിന്നെ കടയിലിരുന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അന്നേരം ഞാൻ സുജിത്തിനെ വിളിച്ചിട്ടില്ല. ഞങ്ങൾ ഒരു തവണ ഇതുവഴി പോയിട്ടില്ല. ഞങ്ങൾ സാധാരണ മറ്റേ പാല വഴി അങ്ങനെ തൊടുപുഴ വഴി അങ്ങനെ പോകത്തേ ഉള്ളൂ. ഈ പ്രാവശ്യം ഇങ്ങനെ പോകാൻ കരുതിയതാ. അമ്മയൊക്കെ ഭയങ്കര പരിചയം എന്ന് പറഞ്ഞാൽ
നിങ്ങളെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എന്നെ കൊണ്ടാകാൻ ആളുണ്ടോ? അപ്പൊ പിന്നെ വിളിക്കുമ്പോ ഫോണൊക്കെ എടുക്കണം കേട്ടോ. ബൈ. അങ്ങനെ നമ്മൾ ബീന ചേച്ചീനെ കണ്ടു. ബീന ചേച്ചി കുറേ സമ്മാനങ്ങളൊക്കെ തന്നെ കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി സന്യാസിമേടം എന്ന് പറയുന്ന സ്ഥലത്ത് നിർത്തിയേക്കുമായിരുന്നു. അവിടെ നിർത്തിയപ്പോഴാണ് വണ്ടിയിൽ നിന്ന് കുറച്ച് പുകയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് കാണുന്നില്ല. അതെങ്ങനെ ഊരിപ്പോയതാണോ, ഞാൻ ഇന്നലെ എടുത്തിട്ട് ഊരിയിട്ട് ഇടാൻ മറന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ വണ്ടി ഭയങ്കരമായിട്ട് ഹീറ്റായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം നിർത്തിയിട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന ഒരു ബ്രോയും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ വന്നിട്ട് നമ്മളെ കുറേ ഹെൽപ്പൊക്കെ ചെയ്തു കേട്ടോ. അപ്പം അവരും ഈ നെടുങ്കണ്ട ഭാഗത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ക്യാപ്പ് അടയ്ക്കാനില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് വണ്ടി എടുത്ത് നേരെ നെടുങ്കണ്ടത്തേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ അടുത്ത ഡോക്ടേഴ്സ് കാർന്നോ അങ്ങനെ ഇതൊരു ഷോപ്പിൽ പോയി. അങ്ങനെ അവർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത് വളരെ ഫ്രീ സർവീസിലെല്ലാം ചെയ്തു തന്നു കേട്ടോ. വളരെ പെട്ടെന്നൊരവസ്ഥയിൽ അതെ അത് അതുകൊണ്ടല്ല നിങ്ങൾ നോക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പറയാം. ഞങ്ങൾ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് പെട്ട് കിടക്കുന്നത്. പേരെന്ത്? അനസല്ലേ? ഓക്കെ. എന്തായാലും ഈ സ്ഥലം നെടുങ്കണ്ടല്ലേ? നിങ്ങൾ അവിടെ നിന്ന് ടൂർ വന്ന് ഞങ്ങൾ എൻ്റെ വൈഫിൻ്റെ വീട് രാജാക്കാണ്. ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. 4 വർഷത്തിന് ശേഷം വീട്ടിലോട്ട് വരും. ഞങ്ങൾക്ക് സുഖമില്ല, ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ പോയിട്ട് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ശരി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് അവസാനത്തെ ലിജിയുടെ വീടിനോട് അടുത്ത് ഏകദേശം അടുത്തെത്താറായപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ ചേട്ടൻ്റെ കടയിൽ കയറി കേട്ടോ. വണ്ടിക്ക് ഇടയ്ക്ക് വെച്ചൊരു പണിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പം പണി കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിൻ്റെ ഒരു ക്യാപ്പേ തുറന്നിരുന്നിട്ട് അവിടെ ഇളകിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കയറി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഒരു ചേച്ചിനെ കണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടൈമൊക്കെ ഇപ്പോൾ ഏകദേശം 2 മണി അടുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു സോഡാ നാരങ്ങയും കൂടെ കുടിച്ചിട്ട് വീട്ടോട്ടോ. ഇനി ഏകദേശം ഒരു 10-12 കിലോമീറ്ററും കൂടെ ഉള്ളൂ. മാങ്ങാത്തൊട്ടിക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? മാങ്ങാത്തൊട്ടിക്ക് 10 കിലോമീറ്റർ അല്ലേ? കറക്റ്റ് 10 കിലോമീറ്റർ കൂടി ഉള്ളു. ഇനി 10 അപ്പോൾ നമ്മൾ ഏകദേശം ഉടനെ തന്നെ എത്താൻ സാധ്യതയുണ്ട്. ആണോ? ഓക്കെ ചേട്ടാ. അപ്പോൾ നമുക്ക് വെള്ളം കുടിച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോവാം. സോഡ ആരങ്ങാം വെള്ളം കുടിക്കും. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കരിക്കൊക്കെ ഉണ്ട്. ഓക്കെ, തിരിച്ചിരുന്നെന്തിനാ നമ്മൾ പോകട്ടെ. അപ്പം ഞങ്ങൾ വെള്ളം കുടിച്ചു കേട്ടോ. എൽജാൻറ്റിക്കുള്ള വെള്ളമായിട്ട് സ്ഥിതി ചെയ്ത് അപ്പുറം വന്നോട്, അപ്പുറത്തോട് കൊടുത്തു. നാരങ്ങ അത് നിന്റെ നാരങ്ങ പിഴിഞ്ഞ നാരങ്ങയടി ആണ്. ദാഹം മാറട്ടെ, വെള്ളം കുടിക്കേ. തമാശയൊക്കെ പിന്നെ ഇപ്പോഴത്തെ ഞങ്ങൾ രാവിലെ 10 മണി 11 മണിയാകുമ്പോൾ അവിടെ എത്തും. പിന്നെ അവിടെ ഇപ്പോൾ കിടന്ന് ഉറങ്ങിയിട്ട് വൈകുന്നേരം എന്തെങ്കിലും പ്ലാനൊക്കെ ചെയ്യാൻ കരുതിയാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. പക്ഷേ ഇപ്പോൾ ഏകദേശം 2 മണി കഴിയുന്നു. അടുപ്പിച്ചോട്. ആ താത്തോട് അല്ല പിടിച്ചേരണോ? സ്ട്രോ മാറ്റണോ? പിന്നെ സ്ട്രോയിൽ കൂടി. ഓ, ആൻറ്റി മോനും കൊള്ളാം. കുടിക്ക് അമ്മങ്ങളല്ലേ. എടാ ഇങ്ങോട്ട് വെച്ച് കൊടുക്കട്ടെ. നീ അതിനേക്കായി കോമഡിയാണല്ലോ. താത്ത് കൊടുക്കട ഇവൻ. അപ്പോൾ ഞങ്ങളിതേ വെള്ളം കുടിച്ചിട്ട് ഞങ്ങൾ പോകാനായിട്ട് പോവാം. ഇജ്ജ് കുടിച്ചോ? വെള്ളം കുടിച്ചോ? അമ്മ മേത്തോട് കഴിച്ചോ? അയ്യോ ഉടുപ്പൊക്കെ നമുക്ക് കുഴപ്പമില്ല. വീട്ടിൽ പോകാൻ മാറാം നമുക്ക്. മതിയമ്മ മധുരമാ താഴെ. തൂത്തരാം. ബാബാ കയറി എല്ലാവരും കയറി. ബാബാ വിശക്കുന്ന നേരത്തെ കഴിച്ചൊക്കെ ദഹിക്കാനുള്ള മരുന്ന് ഇപ്പോൾ കഴിച്ചിട്ടുണ്ട് പാപ്പ. ഓക്കെ ഏട്ടാ, താങ്ക്സ്. അല്ല ഞങ്ങൾ വീട്ടിൽ പോയി കഴിക്കത്തുള്ളൂ. അതെ ഓക്കെ, താങ്ക് യു. ചേട്ടാ പേര് എങ്ങനെ? സുരേഷ്. ഓക്കെ, താങ്ക് യു. ആദ്യമായിട്ട് സ്വന്തം വീട്ടിൽ പോകുന്ന വഴിയറിയാത്ത ഇവിടെ കാണുന്നില്ലേ? ആരും കിടക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ കൊണ്ടാക്കിയത് വിശന്ന് വലഞ്ഞിരുന്ന ഞങ്ങളെ ശരി വഴിയിലാക്കി. വഴി അറിയാമെന്ന് പറഞ്ഞു. വീട്ടിലോട്ട് ചെല്ലണ്ടേ? വെച്ചിട്ടോട്ടെ 50 കിലോമീറ്റർ അധികം ഓടിയത്. സ്വന്തം വീട്ടിലോട്ടുള്ള വഴി പോലും അറിഞ്ഞുകൂടാതെ ഇറങ്ങിയപ്പോ. അതെ
ആടി ആ ഇവിടെ മനസ്സിലുണ്ടല്ലോ ദൈവമേ ഇതെന്നാണോ വഴി എന്നാലും ആ അറിയാന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടി നമ്മളോട് നമുക്കറിയത്തില്ലല്ലോ അറിയാവുന്ന അറിയിക്കാൻ വേണ്ടിട്ട് ആ അത് തന്നെയാണോ ഞാൻ വഴിയൊന്നും മറന്നു പോയിട്ടില്ല. ഞാൻ ഒന്നാലും നോക്കുമ്പോ രാജാക്കാടിന് 3 കിലോമീറ്റർ ഈ വഴി വന്ന രാജാക്കാടിന്റെ പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ളൊരു പെണ്ണ ഇവിടെ നമ്മളാ കട്ടക്കളത്തിനടുത്ത് നിന്നിട്ട് ഇടത്തോട്ട് പോകാനല്ലേ പറഞ്ഞേ തൊട്ടിയിലേക്ക് കടന്നെത്തിയിരിക്കാൻ കേട്ടോ. കുറേ വഴിയൊക്കെ ചുറ്റിച്ച് പലയിടത്തും കൊണ്ട് ഇറക്കിയിട്ടതിനകത്ത് നമ്മള് ഇവിടെ എത്തി. ഇത്ര നേരം ഇവിടെ മറിഞ്ഞ് കിടന്ന ആളാ ചാടി എണീറ്റിരിക്കുന്നുണ്ടോ. സ്ഥലത്തിന്റെ പോറാ ക്യൂരിയോസിറ്റി. ആ ലിജിന ക്യൂരിയോസിറ്റി. ചായ കാപ്പി നാരങ്ങ വെള്ളം. അപ്പോൾ ഞങ്ങളിത് ഈയുടെ വീടിൻ്റെ അടുത്ത് എത്തിട്ടോ. അപ്പോൾ ഈയുടെ വീടിനവിടെ വണ്ടി ഇറങ്ങത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ മുറ്റത്ത് നമ്മൾ വണ്ടി നിർത്തിയിട്ട് വന്നേക്കാം കേട്ടോ. ആണോ? ആ നിങ്ങൾ താഴോട്ട് വരുമോ? ഞാനിപ്പോൾ വണ്ടി എടുത്തോണ്ട് പോയിട്ടേ സാധനം അവിടെ ഇറക്കിയിട്ട് ഞാൻ അപ്പുറത്തോടെ വീണ്ടും വണ്ടിയായിട്ട് വരാം. അവിടെ പിള്ളേരുണ്ടോ അവിടെ? എന്നാ ഒരു കാര്യം ചെയ്യും, ഞാനിത് സാധനമായിട്ട് അവിടെ പോയി ഇറക്കിയിട്ട് അവന്മാരെ കൊണ്ട് പെട്ടെന്ന് ഇറക്കിപ്പിച്ചിട്ട് നിങ്ങൾ പയ്യെ തള്ളിക്കൊണ്ട് വരുമോ? അതോ അവിടെ നിൽക്കുമോ? ഞാൻ പോയിട്ട് വരണോ? ഓക്കെ ആ ശരി ഓക്കെ. എന്തായാലും ഒരു സന്തോഷമില്ലാതെ ആണോ? പിടിച്ചോടാ മടുത്തോടി. എന്തോ കഴിച്ച് ഒന്നും കഴിച്ചില്ലേ? എന്തോ സ്പെഷ്യൽ ഉണ്ടോ? സ്പെഷ്യലൊന്നും ഉണ്ടാക്കിയില്ല, ചോറുണ്ടാക്കി. നിങ്ങൾ വന്നിട്ടുണ്ടാക്കാന്ന് വിചാരിച്ചു. ആ ഞങ്ങളിപ്പോ വന്നില്ലേ? ഇത്തിരി സ്പീഡിലാക്കുന്നതാ. വൈകിപ്പോയത് അത് വേറെ ആരൊക്കെയുണ്ട്? വേറെ ശ്രീകുട്ടൻ. അവനെ അറിയോ നീ? അവനറിയത്തില്ല. ദേവനെ കാത്ത അവന്മാരവിടെ നിൽക്കുന്നത് കളിക്കാൻ വേണ്ടിട്ട്. ദേവനെ കളിക്കാൻ ഇഷ്ടംപോലെ പിള്ളേരാ. പുതിയ കളിക്കൂട്ടുകാരെ കിട്ടിയോടാ. അത്രയ്ക്കും വേണ്ട, അമ്മമാര് കേക്കണ്ട. അറിയോ മടുത്ത് അവിടുന്ന് വന്ന് മടുത്ത് പോയില്ലേ? ഇല്ലേ അടുപ്പൊന്നും ഇല്ലേ? സുഖാണോ? ചായ തരട്ടെ ഞാനാ? തരാടി. അതെയോ? ആ അമ്മ നോക്കിയിരിക്കല്ലേ? അവര് മേടി വരെന്ന് പറഞ്ഞു. അപ്പൊ പുറകെ വേറൊരാൾ വരുന്നുണ്ട്. അയ്യോ ആടാ പോലും. ആ എനിക്കറിയാൻ പാടില്ല. അടുത്തല്ലേ വേലുകൊണ്ട് ഇല്ല അല്ലേ? കൊടുത്തില്ല അല്ലേ? ആ എന്നാ പോക്കോ. എന്നാടാ സാരമില്ല. അയ്യോ എല്ലാരും കണ്ട സന്തോഷം. ഓറയില്ലേ കണ്ടിട്ട്? പോട്ടെ. ഇവിടെ വണ്ടി വരുവല്ലായിരുന്നോ? വണ്ടി തിരിച്ചു വന്ന ആനാ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇറങ്ങാൻ പറ്റും. ആര് പറഞ്ഞു? ഇവിടെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. തിരിച്ചു വന്നാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടു.
അപ്പൊ ഞാൻ അവരുടെ ആഗ്രഹം അതായി, അതുകൊണ്ടാണ് അവര് ഇറക്കിയത്. ഓർത്തെ അവർക്ക് ആൾക്കാരെ കണ്ട് അതെ അതാണ്. അപ്പുറത്തേക്ക് ഇച്ചിരി നീക്കിച്ച്. ഇല്ല ഇല്ല എക്സ്പേർട്ട്. കിട്ടിയോ? എത്ര നാളായി വന്നിട്ട് കല്യാണോ? ചുവന്ന ബാഗ് എടുത്തതാ. അടുത്തോ? നിങ്ങൾ ഇതിനെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വഴി കൊടുക്കണം. വഴി തെറ്റിപ്പോയി. വേറെ വഴിയൊക്കെ വഴി തെറ്റിച്ചു വിട്ടു പറഞ്ഞു. എന്നിട്ട് അറിയാതെ അവസാനം എനിക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് രാജാവിന്റെ 3 കിലോമീറ്റർ ഞങ്ങള് ഉടുമ്പൻ ചോലെന്ന് രാജാകാട് കാണിക്കുന്നത്. നേരെ കൊണ്ട് വഴി തെറ്റിപ്പോയി. പൂപ്പാറയ്ക്ക് പോയി. ആ പൂപ്പാറയ്ക്ക് കണ്ടൊക്കെ പോയി. അല്ല പഴവടുത്ത വഴിയൊക്കെ വന്ന് പുത്തങ്ങ് പോയി. അതാ കുറച്ച് എളുപ്പം. പാലം പുത്തങ്ങ് കൂടി പോയി എളുപ്പം. എളുപ്പോ അതില് പോന്നു കൊച്ചു നെടുങ്കണ്ട ആ വഴി നെടുങ്കണ്ടം കൂടിയാണ് പോന്നേ. മറ്റേ ബാഗ് കൂടെ എടുത്തുണ്ടോ? ചെമ്മണ്ണാറ് ഏലപ്പാറയൊക്കെ കൂടി പോന്നോ?